ഹലോ നമസ്കാരമുണ്ട്. ഇന്ന് നമ്മളെ കൂടെ സൊറ പറയാൻ വന്നിരിക്കുന്നത് ഫോറൻസിക് സിനിമയിലെ ഡോക്ടർ അൽഫോൺസ് കുര്യനാണ്. ജിജു ജോൺ. നിങ്ങൾ ലൂസിഫറിലും ഫോറൻസിക്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് മാത്രമല്ല, മൂപ്പര് വീട്ടിൽ കുറേ തൊപ്പിയുണ്ട്. മൾട്ടിപ്പിൾ ഹാറ്റ്സ് ഇടുന്ന കൂട്ടത്തിലാണ്. പ്രൊഡ്യൂസർ, സിംഗർ, ഡാൻസർ, പിന്നെ ഇൻ്റലിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അങ്ങനെ ഇവിടെ സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിലായിരുന്നു ആദ്യം താമസം. പിന്നെ ഹി മൂവ് ടു ടെക്സസ്. അപ്പോൾ ഞങ്ങളൊരു 6 വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അന്ന് ജിജു പ്രൊഡ്യൂസ് ചെയ്തൊരു ഹോല വെങ്കി എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. ആ സിനിമയുടെ ഒരു ചെറിയൊരു ഷോ അവിടെ ഒരു കൂട്ടായ്മയായിട്ട് ആ സമയത്താണ് ഞാൻ ജിജുവിനെ പരിചയപ്പെടുന്നത്. പിന്നെ ഒരു 6 വർഷമായിട്ട് ഞങ്ങൾ നിരന്തരം ബന്ധത്തിലുണ്ട്. ഇപ്പം ന്യൂജേഴ്സിയിലാണ്. ന്യൂജേഴ്സിയിൽ മെട്രോ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇറോസിൽ ഭയങ്കര ഹിറ്റായൊരു സീരീസ് ഉണ്ട്. അതിൻ്റെ സെക്കൻഡ് സീസൺ അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മെട്രോ പാർക്ക് നമ്മൾ അജയൻ അബി കൂട്ടുകെട്ടിൻ്റെ അക്കരക്കാഴ്ചകൾ ഓർമ്മല്ലേ? മലയാളികൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അക്കരക്കാഴ്ചകളിൽ. അതിൻ്റെ കുറച്ചും കൂടെ വലിയൊരു ക്യാൻവാസിൽ ഒരു ഹിന്ദി ഒരു സെറ്റപ്പിൽ അതേ കഥയല്ല, അതിൽ നിന്നും അതേ തീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. കാരണം ഇറോസിൽ ഏറ്റവും വമ്പൻ വിജയമായിരുന്നൊരു വെബ് സീരീസാണ് ഈ മെട്രോ പാർക്ക്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് സീസൺ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജിജുവിനെ കിട്ടിയത്. എന്തായാലും നമുക്ക് ജിജു ആയിട്ടുള്ള സൊറയിലേക്ക് ഞങ്ങളിങ്ങനെ സൊറ പറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ നിങ്ങളും കൂടെ പോരുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ. നമുക്ക് സൊറയിലേക്ക് കിടക്കാം. നമസ്കാരം. പഹയൻ. എവിടെ ന്യൂജേഴ്സിയിലെ? അതെ, ന്യൂജേഴ്സിയില് മെട്രോ പാർക്കിന്റെ ഷൂട്ടിംഗ് നടക്കുക. മെട്രോ പാർക്ക് സീസൺ 2 അല്ലേ? അതെ അതെ. നമ്മുടെ അബി വർഗീസ് അജയൻ. ഞാൻ തിരക്കാണെന്ന് അറിയാം. കാരണം എന്താ വെച്ചാൽ ഞാൻ അജയനോട് സംസാരിച്ചപ്പോ അജയനോട് ഇതേമാതിരി തന്നെ ഒന്ന് സംസാരിക്കണം എന്ന് അജയൻ പറഞ്ഞു. നമുക്ക് നവംബറിൽ ഒക്ടോബർ കഴിഞ്ഞിട്ട് ആയാൽ മതി, ഇവിടെ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ഇന്ന് നമുക്ക് ഓഫാണ്, ഫ്രൈഡേ ഓഫാണ്. ഫ്രൈഡേ ഓഫാണ്. അപ്പൊ ഇവരൊക്കെ വന്നിട്ടുണ്ടോ അവിടുന്ന്? ക്വാറന്റൈൻ ടൈമിൽ എത്തി അങ്ങോട്ട്? അതെ അതെ, നമ്മളത് പ്രോപ്പർലി ആ ക്വാറന്റൈൻ കംപ്ലയൻസ് തന്നെ എല്ലാം ഫോളോ അപ്പ് ചെയ്തേ. ഈവൻ നമ്മൾ ഒരു ഓൾമോസ്റ്റ് ലൈക്ക് ഇൻ എ ബബിൾ. അപ്പൊ മൊത്തം ടീമും, ഈവൻ ദ പീപ്പിൾ ഹു ആർ ലിവിംഗ് ഇൻ ന്യൂ ജേഴ്സി, they cannot go to their home. So Abhi and Ajay and all of us, we are like staying in like multiple Airbnbs. And everyone who joins the set has to be tested negative before they join. They have to produce a certificate. And even the day players, like the junior artists that we have, avarum nammal join cheyyunnadinu munpu within 48 hours they have to show us the certificate. Avaru pinne New York ninnaanu varunnathundengil avaru we don't let them take the train. നമ്മൾ ഇവിടുന്ന് ആളെ വിട്ട് അവരെ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യണം. പിന്നെ നമ്മുടെ സെറ്റിലും ഒരു കോവിഡ് കംപ്ലയൻസ് ഓഫീസർ, പിന്നെ ഫിസിഷ്യൻ ഓൺ കോൾ, അങ്ങനെ ഫുൾ ഒരു സെറ്റപ്പിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ഒരു ലിമിറ്റേഷൻ. യു ഹാഡ് സീസൺ 1 യു ക്രിയേറ്റഡ്, റൈറ്റ്? സീസൺ 2 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് വാട്ട് ഡിഫറൻസ് ഡു യു റിയലി സീ? എന്ത് ഡിഫറൻസാ കാണുന്നത്? ഇത് നമുക്ക് കുറച്ച് ലോജിസ്റ്റിക്കൽ കുറച്ച് എക്സ്ട്രാ ഒരു വർക്ക് ഉണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ ഇപ്പം പെർഫോമൻസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിലൊന്നും ഒരു ഇതുവരെ ഒന്നും അങ്ങനത്തെ തടസ്സം വന്നിട്ടില്ല. നമുക്ക് കുറച്ച് എക്സ്ട്രാ പ്രിക്കോഷൻസ്, അപ്പൊ ആ ബജറ്റിലും കുറച്ച് വ്യത്യാസം വരുത്തേണ്ടി വരുവേ. നമുക്കിപ്പം ഈ മൊത്തം ടീമിനെ നമ്മൾ ഇപ്പം അക്കോമഡേറ്റ് ചെയ്യണം. റൈറ്റ്, മുമ്പെന്ന് പറഞ്ഞാൽ ഈ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് ദിവസവും വന്നു പോകാം. ഇപ്പം മൊത്തം ടീമിനെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം. അപ്പൊ അതിനനുസരിച്ചുള്ള ഫുഡ് ആൻഡ് ലോഡ്ജിങ്, അതിന്റെ എക്സ്പെൻസ് കൂടും. പിന്നെ ഈ പറയുന്ന പോലെ കംപ്ലയൻസിന്റെ ഒരു ഇതുണ്ടല്ലോ, എല്ലാവരും മാസ്ക് ഇടുക, പിന്നെ വൈസർ വെക്കുക. പ്രത്യേകിച്ച് ഈ ആക്ടേഴ്സുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ആൾക്കാരായിരുന്നു. ഇപ്പം മേക്കപ്പ്, പിന്നെ സൗണ്ട്, ഞങ്ങൾ സിംഗ് സൗണ്ടാ ചെയ്യണം. അപ്പം സൗണ്ടിന്റെ, പിന്നെ വാർഡ്രോബ്. അപ്പൊ ഇവരൊക്കെ എക്സ്ട്രാ മാസ്കും പിന്നെ ഇത് വൈസർ എല്ലാം വെച്ച് അവര് ഇത് ചെയ്യുന്നത്, ആക്ടേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് ലോജിസ്റ്റിക്കൽ കുറച്ച് അഡീഷണൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട് എന്നുള്ളതല്ലാതെ വേറെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. റീപ്രൊഡക്ഷൻ ടൈം കൂടുന്നുണ്ടാവും ചിലപ്പോ അല്ലേ? മീൻസ് പ്രൊഡക്ഷൻ ഇല്ലില്ല, പ്രൊഡക്ഷൻ യെസ്, പ്രൊഡക്ഷൻ പ്ലാനിങ്ങില് പിന്നെ നമുക്ക് എക്സ്ട്രാ റിസോഴ്സസും വേണം. നമുക്കിപ്പോ എക്സ്ട്രാ കുറച്ച് PAസും വേണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഡേ പ്ലേയേഴ്സിനെ നമ്മൾ ന്യൂയോർക്കിൽ നിന്ന് പോയി പിക്ക് ചെയ്ത് കൊണ്ടുവരാനാണെങ്കിൽ അപ്പൊ അതിനെ കുറച്ച് എക്സ്ട്രാ, മുമ്പ് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. യുനോ അവർ നമ്മുടെ സമയം പറയാം, അവരെത്തുക, അത്രേ ഉള്ളൂ. നമ്മൾ ആ കൺവെയൻസിനുള്ള കാശ് കൊടുക്കുക, അതോടെ തീർന്നു. പക്ഷെ അങ്ങനെ കുറച്ച് എക്സ്ട്രാ റിസോഴ്സ്, കുറച്ച് എക്സ്ട്രാ പണിയുണ്ട് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന്. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് എക്സ്ട്രാ. അതെ അതെ.
പിന്നെ ഇപ്പൊ ഈവൻ ഞാൻ പറയാം ഈവൻ കേറ്ററിംഗ് സംതിങ് സിമ്പിൾ ആസ് എ കേറ്ററിംഗ് ഇറ്റ് ഈസ് എ ബിഗ് തിങ് നൗ big thing. And and this would be the case with any kind of movie that gets made, right? Right. എല്ലാ കേസിലും ഈ ഒരു പ്രിക്കോഷനും, കാരണം എനിക്ക് ഞാൻ ആരോട് സംസാരിച്ചപ്പോൾ നാട്ടിലും സ്റ്റാർട്ടിങ് പ്രൊഡക്ഷൻ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങുകയാണ്. മിനിഞ്ഞാന്ന് ഞാൻ കണ്ടു നമ്മുടെ ടൊബിനോയുടെ കള, ഇപ്പം ദൃശ്യം 2 അതിന്റെ പൂജ കഴിഞ്ഞു. അതിന്റെ തന്നെ. അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാരായിട്ട് ഇങ്ങനെ സംസാരിക്കും. കാരണം ഞാൻ തന്നെ സംസാരിക്കുന്ന പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ബോറടിക്കില്ല. നാട്ടുകാർക്ക് ബോറടിക്കുന്ന പോട്ടെ, എനിക്ക് ബോറടിക്കുന്നുണ്ടല്ലോ. അപ്പം ഈ ഒറ്റയ്ക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സിറ്റ് ഇൻ എ റൂം അലോൺ ആൻഡ് ടോക്ക് ടു എ സ്ക്രീൻ. അത് കണ്ടിന്യൂസ് കുറച്ച് കഴിഞ്ഞാൽ പ്രാന്ത് പിടിക്കും, പ്രത്യേകിച്ച് ഈ ക്വാറന്റൈൻ സമയത്ത്. ഏർലിയർ ദാറ്റ് വാസ് നോട്ട് എൻ ഇഷ്യൂ. എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ. അത് പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ബെസ്റ്റ് ആൾക്കാരോട് സംസാരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം കഴിഞ്ഞ ഒരു ദിവസം ഹരീഷ് ഉണ്ടായിരുന്നു, ഹരീഷ് പേരടി. കഴിഞ്ഞ ദിവസം സംസാരിച്ചു ഞങ്ങള്. പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ സംസാരിക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിത് നാട്ടിൽ പോയിട്ട് ആൾക്കാരോട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ജിജുവിനോടും അജയനോടും ഒക്കെ ഇവിടെ സംസാരിക്കാമല്ലോ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഓൾസോ ഐ തിങ്ക് നമ്മളിപ്പോ പരിചയപ്പെട്ടിട്ട് പ്രോബ്ലി ഒരു 5 ഹോലാവെങ്കിയ ടൈം 2014 അല്ലേ, നീലിന്റെ വീട്ടിൽ വെച്ചിട്ട്. 6 വർഷമായി. അത് കഴിഞ്ഞിട്ട് യു മൂവ് ടു ഓസ്റ്റിൻ അല്ലേ? 2 വർഷം മുമ്പ് ഓസ്റ്റിനിലേക്ക് മൂവ് ചെയ്തു. 2 വർഷം മുമ്പ് ഓസ്റ്റിനിലേക്ക് പോയി. അപ്പൊ എനിക്ക് ഈ സൊറേന്റെ ഭാഗമായിട്ട് ക്വസ്റ്റ്യൻസും സാധനമൊന്നുമില്ല. ഇറ്റ് ഇസ് നോട്ട് എൻ ഇന്റർവ്യൂ ആൻഡ് ഇറ്റ് മേക്സ് വെരി ഔട്ട് ഓഫ് പ്ലേസ്. നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഡാൻസർ, സിംഗർ, സോങ് റൈറ്റർ, ഇങ്ങനത്തെ കുറെ റോളിന്ന് പിന്നെ സിനിമയിൽ അഭിനയം എന്നുള്ളത് ഇപ്പൊ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവര് ലൂസിഫറും ഫോറൻസിക്സും അങ്ങനെ സിനിമകളിലാണ് അവര് കണ്ടിട്ടുള്ളത്. പക്ഷെ അതിനു മുമ്പേ ഇപ്പം ഓലാവെങ്കി ആണെങ്കിലും then you act, I mean you work closely with Sandeep and then create films, right? അതെ. ഇവിടെ ഏത് റോളിലാണ് that you find yourself in probably 5 years from now? It's 5 years from now. Yeah. I think it's going to continue. ഈ ഒരു ബാലൻസ് ഉണ്ടല്ലോ, because എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് I like doing multiple things, because each present its own sets of challenges. നമ്മളൊരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ഒരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുള്ളൊരു സെറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ചാലഞ്ചസ് ആയിരിക്കില്ല ഒരു ആക്ട് ചെയ്യുമ്പോൾ, obviously, right? അപ്പം so each of them excites me in different ways. Same thing with when I'm creating a song, when I'm creating music. അത് പ്യൂർലി ഒരു ക്രിയേറ്റീവ് ഒരു സ്പേസിലുള്ള ഒരു സാധനമാണല്ലോ. So I can confidently say I will continue doing the acting part and producing music and also producing films. So even 5 years down the line ഉണ്ടാവും. അപ്പം you're still working or tech സാധനം അതില്ലേ? അതുണ്ട് നമുക്കത് അത്ര പെട്ടെന്ന് വിടാൻ പറ്റില്ലല്ലോ. I mean ഇല്ല, അതിപ്പം ഇന്റലിൽ ഇപ്പോഴും ഇന്റലിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. So at some point I would like to make a full switch over transition. അത് ഇവിടെ US-ൽ ട്രാൻസിഷൻ ഞാൻ മുമ്പ് അജയനോട് ഒരു പ്രാവശ്യം സംസാരിച്ചപ്പോൾ that was years ago. ആ ട്രാൻസിഷൻ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ, പ്രത്യേകിച്ച് ടെക് ഫീൽഡിലൊക്കെ ആണെങ്കിൽ യു ആർ യൂസ് ടു എ സർട്ടൻ കൈൻഡ് ഓഫ് ലൈഫ് ആൻഡ് അവിടുന്ന് നേരെ ഒരു കട്ട് ചെയ്തിട്ട് ടോട്ടലി മാറാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബിഗ് ഷിഫ്റ്റ്. അതെ. പിന്നെ നമുക്ക് പിന്നെ ഫാമിലി ഓബ്ലിഗേഷൻസ് അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്റെ ഒരു താല്പര്യത്തിന് വേണ്ടി മാത്രം എനിക്കൊരു അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. സോ ഐ വിൽ സീ നല്ലൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ വരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പം ഐ വിൽ കംപ്ലീറ്റ്ലി സ്വിച്ച് ഓവർ, just so I can focus entirely on making films, acting and all of that. And this Metro Park India, it was well received. The first season was very well received by അതെ ഹീറോസ്. അപ്പം ഹീറോസിന്റെ അവരപ്പം it's their series now.
അപ്പൊ നമ്മൾ സീസൺ 1 ചെയ്തപ്പോഴത്തേനും നമ്മുടെ സ്വന്തം പ്രൊഡക്ഷൻ ആയിട്ടാണ് ചെയ്തത്. അത് ഹീറോസ് കണ്ട് ഇഷ്ടപ്പെട്ട അവരെടുത്തു. ആദ്യം അവർ ലൈസൻസിങ് ചെയ്തു. അത് വെച്ച് അവരുടെ സബ്സ്ക്രിപ്ഷൻ ഭയങ്കരമായിട്ട് കൂടി. സോ ദിസ് ബിക്കേം their flagship kind of project. So they actually gave us an offer to buy the IP. Apo season 2 is actually I'm producing it for them. So it's essentially their series. They're commissioning it, and I'm producing it for them. And you're acting in this or no? ഉണ്ട്, ഒരു ചെറിയൊരു ക്യാമിയോ. അത് സീസൺ 1 തന്നെ ഒരു തുടർച്ചയായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളിലൊക്കെ ഒരു ഹിച്ച്കോക്കിയൻ ലൈനിൽ ഒന്ന് മണ്ണ് പോകും തോന്നുന്നു അല്ലേ? അത് ഞാനായിട്ട് അങ്ങനെ ഒരു നിബന്ധന അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ വെക്കുന്നൊന്നുമല്ല. ഞാൻ ഒരിക്കലും എന്റെ ഒരു പ്രോജക്റ്റിലും ഞാൻ അങ്ങനെ ഇത് ചെയ്യാറില്ല. ഡയറക്ടർ പറയുകയാണെങ്കിൽ ജിജു ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്, ചെറിയൊരു സാധനമുണ്ട്, ചുമ്മാ ഒന്ന് ചെയ്യും, ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരു ഏർലിയർ പാർട്ടിന്ന്, അതായത് TKM അല്ലേ പഠിച്ചേ? അതെ, TKM. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് when did you get into this creative thing? I know dancing പണ്ടുണ്ടായിരുന്നു അറിയാം. അതെ, അല്ല, ഞാന് എന്റെ ഒരു ചെറുപ്പത്തിലെ മുതലേ തന്നെ ഈ ഒരു ബാലൻസ് ഉണ്ടായിരുന്നേ. ഞാൻ കർണാട്ടിക് സംഗീതം പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെ, ആൻഡ് ദെൻ ഭരതനാട്യം. അതാണ് എന്റെ ഡാൻസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. സോ അമ്മ എന്നെ ചെറുപ്പത്തിൽ നിർബന്ധമായിട്ട് കൊണ്ട് ചേർത്ത് പഠിപ്പിച്ചൊരു 2 കാര്യങ്ങളാണ്. ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. അപ്പൊ അതിൽ നമുക്കൊരു ഒരു ഫൗണ്ടേഷൻ കിട്ടിയേ. അപ്പൊ അത് പിന്നെ കോളേജിലൊക്കെ വന്നപ്പോഴത്തേന് കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള, ഇപ്പം ഞാൻ ഗാനമേളകളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അവിടെ നാട്ടിലൊരു ട്രൂപ്പുണ്ട്, ഗോൾഡൻ വോയിസ് എന്ന് പറഞ്ഞ അവരുടെ ട്രൂപ്പിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം മെയിൻലി ഹിന്ദി പാട്ടുകൾ, തമിഴ് പാട്ടുകൾ അതൊക്കെ പാടുമായിരുന്നു. പിന്നെ ഈ കോളേജിലൊക്കെ ആയപ്പോഴത്തേന് ഈ ക്ലാസിക്കൽ ഡാൻസ് അതിൽ നിന്ന് മാറി കുറച്ചുകൂടെ ഒരു സിനിമാറ്റിക് ഡാൻസ് നമ്മൾ പറയില്ലേ, അതിലേക്കായിരുന്നു കുറച്ചുകൂടെ എനിക്ക് താല്പര്യം. സോ അത് ഞാൻ US ഞാൻ മാസ്റ്റേഴ്സിന് വന്നപ്പോഴും ഞാൻ ആ ഒരു ബാലൻസ് ഞാൻ കണ്ടിന്യൂ ചെയ്തു. അക്കാഡമിക്സ് ഒരു വഴി കൂടെ, ഈ ആർട്ട് സൈഡ് ഒരു വഴി കൂടെ. ആൻഡ് ഇറ്റ് കെപ്റ്റ് ഈവൻ ആഫ്റ്റർ ഐ ഗോട്ട് മൈ ജോബ്, ആ 2 ട്രാക്ക് അതുപോലെ തന്നെ പോയി. സോ ഇറ്റ് വാസ് നെവർ, എനിക്ക് ഒരു സമയത്ത് ഒരു ട്രാൻസിഷൻ അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ പാർട്ട് ഓഫ് മൈ ലൈഫ്. ട്രാൻസിഷന്റെ ആവശ്യം വന്നിട്ടില്ല, ബിക്കോസ് I was continuously pursuing, actively pursuing, art എന്നുള്ള ആ ഒരു ഫീൽഡിൽ. ആദ്യം മ്യൂസിക് ആയിരുന്നു പ്രൈമറി തിങ്. ദെൻ ഐ ഗോട്ട് ഇൻടു സൗത്ത് ഡാൻസിങ്, ആസ് യു നോ. അപ്പൊ അതൊരു പ്രൊഫഷണലി അത് ഫോളോ ചെയ്തു. പിന്നെ ഞാൻ എന്റെ മ്യൂസിക് കരിയർ ലോഞ്ച് ചെയ്തു. ആൻഡ് ദെൻ ഇറ്റ് ഓർഗാനിക്കലി ഇവോൾവ്ഡ് ഇൻ ടു മൂവീസ്. അതങ്ങനെ പ്ലാൻ ചെയ്ത ഒന്നല്ല, അതങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പൊ ഇത് ആൾക്കാർക്ക് ഒരു ടിപ്പിക്കലി, ഇപ്പൊ ഞാൻ നാട്ടില് ചെന്നിട്ട് when I went there, ഞാൻ ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയപ്പം ആൾക്കാർ വരും ഈ ചാൻസ് ചോദിച്ചിട്ട്, സെറ്റിൽ വരും. അപ്പം ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കാൻ തുടങ്ങി എന്താ ചെയ്യുന്നത്. അപ്പൊ അവൻ 3ാമത്തെ വർഷം എഞ്ചിനീയറിംഗ്, അപ്പൊ പോയിട്ടില്ല, നിർത്തിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് 1 വർഷം കൂടെയല്ലേ, അതങ്ങ് തീർത്ത് കൂടെ ചോദിച്ചു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോ ആവുമ്പോ എന്തോ ഫോൺ വരുന്നുണ്ടെന്ന് പറഞ്ഞു പോയി. കാരണം എന്താ വെച്ചാൽ അവനാകെ സംസാരിക്കാൻ വരുമ്പോ അവിടെ ഉപദേശം വേണ്ടാന്നല്ലേ തോന്നിയിട്ടുണ്ടാവും. പക്ഷേ this is a challenge. See, there is one issue that lot of people are getting into engineering without really wanting to go there എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട് ഇന്ന് comparatively. പക്ഷേ don't you think that looking back, having a professional career along with it, maybe അതിന്റെ limitations ഉണ്ടാവും മതി. ഇപ്പം നാട്ടിൽ പോയി സിനിമയിൽ സ്ഥിരമായിട്ട് അഭിനയിക്കുന്ന ഇൻവോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there is a limitation. പക്ഷെ എന്നാലും ഒരു മൾട്ടി, അത് US നിന്നുകൊണ്ടാണോ അല്ല ഇങ്ങനെ ഒരു ജോലി കയ്യിലുള്ളത് കൊണ്ടാണോ, what would have been different if Giju was not gone to TKM, not got into the tech industry? How would it have been different? Right. I mean, I can only speculate, നമുക്ക് പുറകിലോട്ട് തിരിഞ്ഞു നോക്കി ഞാനിപ്പം ഒരു ലെഫ്റ്റ് എടുത്തില്ല, റൈറ്റ് എടുത്തിരുന്നെങ്കിൽ എവിടെ ആകുമായിരുന്നു നമുക്ക് ഊഹിക്കാനേ പറ്റത്തുള്ളൂ. ആൻഡ് ഐ ക്യാൻ ബേസ് ഇറ്റ് ഓൺ what I have seen, in others. നമ്മുടെ ചുറ്റും നമുക്ക് അറിയാവുന്ന തന്നെ ആക്ടേഴ്സ് ഒത്തിരി പേരുണ്ടല്ലോ, വർഷങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്ത്, ഇപ്പൊ നമ്മുടെ ആക്ടേഴ്സ് ലൈക്ക് ഫോർ എക്സാമ്പിൾ വിക്രം, പിന്നെ ഈവൻ നമ്മുടെ ജോജു ആണെങ്കിൽ പോലും, റൈറ്റ്? I mean, he has been in the industry for so long, and finally, after like almost like a decade, he got his due. I mean, it's like a 25 വർഷം കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ 25-26 വർഷമൊക്കെ ആയിട്ടുണ്ടെന്നാ പറഞ്ഞത് in the industry. 25-26 years. Right.
ആൻഡ് ഈവൻ നമ്മുടെ ഇപ്പൊ ടൊവി ആണെങ്കിൽ കൂടി, ടൊവി ഇസ് എൻ എഞ്ചിനീയർ, പുള്ളിക്കാരൻ ബിടെക് ആണല്ലോ. പുള്ളിക്കാരൻ ജോലി വിട്ടിട്ട് വന്നപ്പം പുള്ളിക്കാരന്റെ ഈ കഥകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഏത് പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, ഹി വാസ് ലൈക്ക് ഒരു ചെറിയൊരു വേഷം, ഒരു കോർണറിൽ ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന ഇത് എന്താ പറയാ, സജീവൻ അന്തിക്കാടിന്റെ മൂവി. അതെ 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 പ്രകാശ് ബാരയൊക്കെ ഉള്ള. അതെ 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 യാ. സോ തീർച്ചയായിട്ടും എന്റെ ആ ഒരു അങ്ങനെ ഒരു സ്ട്രഗിൾ തന്നെ പോയേനെ. എനിക്ക് ഞാൻ ഇങ്ങനൊരു പാത ഞാൻ തിരഞ്ഞെടുത്തതുകൊണ്ട് ഇത് ഇന്റൻഷനലി ഞാൻ ചെയ്തതാണ്. ആക്ച്വലി ഞാൻ എന്റെ മ്യൂസിക് കരിയർ ഞാൻ ലോഞ്ച് ചെയ്തപ്പോഴത്തേന് ഞാൻ ഇതേപോലെ നാട്ടിൽ പോയി ബോംബെയില് 2-3 മാസം നിന്ന് ശരിക്ക് ചെരുപ്പ് തേയുന്നത് വരെ ഞാൻ പല സ്റ്റുഡിയോകളും പോയി എന്റെ പാട്ടുകൾ കേൾപ്പിക്കുകയും ഡെമോ കേൾപ്പിക്കുകയും സൈൻ ചെയ്യാൻ, അവരെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സോ ഐ ഹാവ് ഡൺ മൈ ഷെയർ ഓഫ് സ്ട്രഗിൾ. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് ഐ വാസ് ഗിവൻ ആൻ ഓഫർ. നമ്മുടെ റിലയൻസ് ബിഗ് ഓർമ്മയുണ്ടോ? ബിഗ് എന്ന് പറഞ്ഞ നമ്മുടെ അവരുടെ എന്റർടൈൻമെന്റ് സെക്ഷൻ ഉണ്ടായിരുന്നല്ലോ. സോ ദേ ആക്ച്വലി സൈൻ മീ ആസ് ദ വൺ ഓഫ് ദ സിംഗേഴ്സ്. ഞാൻ, ഷിബാനി കശ്യപ്, പിന്നെ വേറെ 2-3 പേര്, പുതിയ 2 സിംഗേഴ്സ്, ഞങ്ങൾ എല്ലാവരും കൂടെ അവർ സൈൻ ചെയ്തായിരുന്നു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ ആക്ച്വലി ഫൈനലി എന്റെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ അവരുടെ ഓഫീസിൽ ചെന്നു. അപ്പൊ അവരിങ്ങനെ അടുത്ത് മെയിൻ എവിടെയാണ്, ബോംബെയിൽ എവിടെയാണ് താമസം? ഞാൻ പറഞ്ഞു ഞാനിവിടെ ടെമ്പററി ആയിട്ട് ഞങ്ങൾ യാരി റോഡിലാണ് താമസിക്കുന്നത്, പക്ഷേ US-ലാണ് ബേസ്. സോ ദേ ഡിഡ്ന്റ് നോ ആക്ച്വലി മൈ ബേസ് വാസ് ഇൻ US. ആൻഡ് സോ ദേ വർ ലൈക്ക്, വെയിറ്റ് എ സെക്കൻഡ്, സോ യു ഗോണ മൂവ് ടു മുംബൈ റൈറ്റ്? ഞാൻ പറഞ്ഞു, സി ദാറ്റ്സ് ഗോണ ബി ഡിഫിക്കൾട്ട്. എനിക്ക് അവിടെ ഒരു ജോലിയുണ്ട്, സോ ഐ ഹാവ് കമ്മിറ്റ്മെന്റ് ഓവർ ദർ. പക്ഷേ നിങ്ങൾക്ക് എപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലും യു ജസ്റ്റ് ഗിവ് മി ജസ്റ്റ് 1 day notice, I can get the flight and come. And they were laughing. They were like, no, man, that's not the way it would work. You are a new artist, nobody knows you. We are signing you because we like you, but you have to be on, essentially you have to be on call. കാരണം പുതിയ ആർട്ടിസ്റ്റിന് നമ്മൾ എക്സ്പോഷർ കൊടുക്കുന്നത് ഈ ഇവന്റ്സ് വഴിയാണ്, റൈറ്റ്? സോ ഇപ്പം ഏതെങ്കിലും ഒരു മെയിൻ ആർട്ടിസ്റ്റ് ലേറ്റ് ആയാലോ അല്ലെങ്കിൽ അവസാന നിമിഷം പുൾ ഔട്ട് ചെയ്താലോ വി ക്യാൻ പുച്ച് യു ഇൻ ദേ. അപ്പൊ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2-3 മണിക്കൂറത്തെ ചിലപ്പം നമുക്ക് നോട്ടീസ് തരാൻ പറ്റത്തുള്ളൂ. സോ യു ഹാവ് ടു മൂവ് ഹിയർ. ഇഫ് യു വാണ്ട് ടു ബി അവർ ആർട്ടിസ്റ്റ്, യു ഹാവ് ടു മൂവ് ഹിയർ. സോ ദാറ്റ്സ് ഗോയിങ് ടു ബി ഡിഫിക്കൾട്ട്. ഐ കാനോട്ട് ഡു ദാറ്റ്. അപ്പൊ അവർ പറഞ്ഞു, സി, ഡു യു നോ ഹൗ മെനി പീപ്പിൾ കം ടു അസ്? ലൈക്ക് there are thousands and thousands of amazing singers, even more talented than you, who come to us and wait for an opportunity that we are giving you, and you're essentially not taking it. So that means you don't have that much fire in you for this. And it was a rude comment at that point, but he was absolutely true. It's true. അപ്പൊ എനിക്ക് അത്രയ്ക്ക് അല്ല എന്റെ ലൈഫിൽ എനിക്ക് ഇതായേ പറ്റൂ എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ US-ലെ ജോലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ മുംബൈയിൽ വന്നേനെ. സോ I know I'm giving you a long-winded reply to you. See, this was ഞാൻ മനഃപൂർവ്വമായിട്ട് എടുത്തൊരു ചോയ്സ് ആണ്. അപ്പൊ ഇതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റേതായ പേസിൽ എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫിനാൻഷ്യൽ നമുക്കൊരു ബാക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ I can take my own time. I don't have to be that desperate. I can wait for good opportunities. ഇപ്പം ഫിലിമിനാണെങ്കിലും മ്യൂസിക്കിനാണെങ്കിലും, ഇപ്പം മ്യൂസിക് തന്നെയാണെങ്കിലും ഞാൻ തന്നെയാണ് എന്റെ സംഭവം, ഞാൻ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ I don't have to compromise. I don't have to ഒരു സ്റ്റുഡിയോയുടെ നിർദ്ദേശപ്രകാരമോ അവരുടെ കണ്ടീഷൻ അനുസരിച്ചോ എനിക്ക് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യണ്ട. എനിക്ക് എന്റെ ഇഷ്ടമുള്ള മ്യൂസിക് എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. ആൻഡ് ദ ബാഡ് തിങ് ഇസ് ദാറ്റ് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല where the next opportunity is going to come from, and if it's going to come at all. അപ്പൊ അത് കാരണം ഞാനിപ്പം ഫിലിം ഫീൽഡിൽ എന്റെ മ്യൂസിക് ഫീൽഡിലാണെങ്കിലും ഫിലിം ഫീൽഡിലായാലും I have been in the scene for like almost 12 to 13 years now. So it took me this almost like more than a decade അല്പമെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ തന്നെ ഇപ്പം സംസാരിക്കുന്നു. The reason why you're talking to me, നമുക്കും മൂവീസിൽ ഇപ്പം കുറച്ചൊക്കെ ആൾക്കാർ കണ്ടു പരിചയമുണ്ട്, റൈറ്റ്? So even to have this a small extent of face recognition with the audience, അത് കിട്ടാൻ it took me more than like a decade. Right. കാരണം ഞാൻ ജിജുവിനെ പറ്റി ആദ്യം കേൾക്കുന്നത് നീല് പറഞ്ഞിട്ടാ. അപ്പൊ നീൽ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു മലയാളി ഉണ്ട്, ഡു യു നോ? അപ്പൊ നീലും ഞാൻ ഒരുമിച്ച് വെൽസ്വാഗോയിൽ വർക്ക് ചെയ്യുന്ന കാലം. I think 2010 ആ സമയത്തല്ലേ.
അപ്പം ഡാൻസോ കളിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം വിനമ ന്യൂ. സോ പിന്നെ ഞാൻ സെർച്ച് ചെയ്തിട്ട് ദാറ്റ് ഇസ് വെൻ പിന്നെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആൾക്കാര് ഐ തിങ്ക് മലയാളി പോപ്പുലേഷൻ ആയിരുന്നില്ല ജനറലി. ആൾക്കാർ ഡാൻസും ആർട്ടുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ ഒരു കോമ്പറ്റീഷൻ ജയിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതെ അതെ, ഞാൻ ആ ടീമിലുണ്ടായിരുന്നപ്പോഴേ, ഐ വാസ് പാർട്ട് ഓഫ് ദാറ്റ് ഒരു പ്രൊഫഷണൽ ഡാൻസ് ടീം. ഞങ്ങള് ESPN വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ഞങ്ങളുടെ സാൽസ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ വി വർ ഇൻ ദ ടോപ്പ് 3. ആൻഡ് യു ആബ്സല്യൂട്ട്ലി റൈറ്റ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാൽസ ആ ഒരു ഇത് ഫീൽഡ് വഴി and even my music, ഞാൻ റിലീസ് ചെയ്ത ആൽബംസ് എല്ലാം ഹിന്ദിയിലായിരുന്നു. So pretty much all the artistic engagements that I had was with mostly the Hindi belt, ആ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടായിരുന്നു കൂടുതലും. അത് ഈ രണത്തിന് ശേഷമാണ് മലയാളി കമ്മ്യൂണിറ്റി ആയിട്ടൊരു എൻഗേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, രണം വാസ് ദ ഫിലിം. അതെ അതെ അതെ, കാരണം എന്താ വെച്ചാ അജയനും ഞാനൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു പണ്ട് ഇൻ 99 ടൈമിലൊക്കെ കൊച്ചിയിൽ. അപ്പം പക്ഷെ അജയന്റെ വർക്കൊക്കെ മോസ്റ്റ്ലി മലയാളം ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അതേ ഡേ ഐ വാസ് ലുക്കിംഗ് അറ്റ് നമ്മുടെ ഫോറൻസിക് വരുമ്പോ ജിജുവിന്റെ പടാണ് അതില് ഹൈലൈറ്റ് വരുന്നത്. അതെ, അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ആൾക്കാർക്ക് അങ്ങനെ പടം കണ്ടു കഴിഞ്ഞ് പിന്നെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആ സർപ്രൈസ് പോയി പോവുക, അവസാനം വരെ കാത്തു നിൽക്കും എന്നുള്ളൊരു ഉണ്ടായിരുന്നു എനിക്കതിൽ. ബിക്കോസ് വൈ ഈസ് ദാറ്റ് റെലവൻസ് ഓഫ് ദാറ്റ് പിക്ചർ വെൻ ആ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവേ. അതെ അതെ അതെ, ആദ്യം ഒന്നും വരുന്നില്ല, അപ്പം വരുന്നില്ല അതിന്റെ ഇതുണ്ട്. It was an odd choice. I don't know why അവരിങ്ങനെ check with അഖിൽ, നമ്മുടെ ഡയറക്ടർ ഉണ്ടല്ലോ ഫോൺസിക്കിന്റെ, check with them, ഇതെന്താണ് ഈ തംബ്നെയിൽ എന്താ കാണിച്ചേക്കുന്നത്? റോജി ചേട്ടാ ഞങ്ങളായിട്ട് കൊടുത്തൊന്നുമല്ല, അവര് പോസ്റ്റേഴ്സ് എല്ലാം കൊടുക്കും, പക്ഷെ ഒരു 3 തംബ്നെയിൽ അവര് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തേ. And they chose it. അതിൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. I am not complaining, by the way. It's not every day that you can get to see your face on Netflix, right? So I was just curious എന്തുകൊണ്ട് അവർ എടുത്തു എന്നുള്ളത്. It's a nice feeling, when you switch on the TV, see your face on Netflix. It's a nice feeling. And I think ഇതിനൊരു what I heard was that അമേസോണിലൊക്കെ ഇവർക്കൊരു പുറത്ത് ആൾക്കാർ എന്ത് കാണുന്നു എന്നുള്ള അനുസരിച്ചല്ല അമേസോൺ ഡിസൈഡ് ചെയ്യുന്ന അതിന്റെ ഉള്ളില്. ഇറ്റ്സ് എ ഹോൾ ഡിഫറെന്റ് വേൾഡ്. അപ്പം if you have if your name is more known within the Amazon algorithm or in some way, maybe even an image perspective, even social media പുറത്ത് എവിടെയാ വരുന്നതെന്നുള്ള അനുസരിച്ച് അവർക്ക് അങ്ങനെ കുറെ ലോജിക് വെച്ചിട്ടാണ് അവർ ചൂസ് ചെയ്യുന്നത് എന്ത് വരണം എന്നുള്ളത്. ആൻഡ് നമുക്ക് പുറത്ത് ലോകത്ത് അറിയുന്ന ആൾക്കാരായിക്കോളണമെന്നില്ല. അമേസോണിന്റെ സിസ്റ്റം മൈറ്റ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ ദ സെയിം വേ. എക്സാക്ട്ലി. അപ്പം ചിലപ്പം അത് ഇവിടെ കാണുന്ന ആൾക്കാർക്ക് പ്രോബ്ലം ഇത് കാണുന്നതുകൊണ്ടായിരിക്കാം അത് കൂടുതലാക്കി ഇതൊക്കെ അതിന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുന്നുണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം അതിലൊരു എനിക്ക് ഗുണമായെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ബിക്കോസ് ഓഫ് മൈ സാൽസ ആ ഹിസ്റ്ററി ഉള്ളത് കാരണം എനിക്ക് ഒത്തിരി നോൺ ഇന്ത്യൻ ഫ്രണ്ട്സ്. ഐ തിങ്ക് ചെറുതായിട്ടൊരു ക്ലിപ്സ് വന്നതാ. ഓക്കെ. Because of my salsa experience, എനിക്ക് ഒത്തിരി ഈ നോൺ ഇന്ത്യൻ ഫ്രണ്ട്സ് ഇവിടെ US-ലാണെങ്കിൽ പിന്നെ US, യൂറോപ്പ്, സൗത്ത് അമേരിക്ക, അമേരിക്കൻസ് ഉണ്ട്, ലത്തീനോസ്, അങ്ങനെ ഒത്തിരി കുറച്ച് നമുക്ക് അടുത്ത സുഹൃത്തുക്കൾ. അവർ നല്ലൊരു ഒരു സുഹൃത്ത് വലയുണ്ട്. അപ്പം ഞാൻ ഈ സിനിമ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ഒത്തിരി നോൺ ഇന്ത്യൻസ് ഇത് കണ്ടു ഫിലിമെ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം they decided to keep that thumbnail. അവരുടെ ഇതിപ്പം വിനോദ് പറഞ്ഞിട്ട് അവരുടെ ആൽഗോരിതം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. They probably have some algorithm that they use to decide what to put. കാരണം നമ്മളുടെ എല്ലാവിധ കാര്യങ്ങളും നോട്ട് ചെയ്യുമ്പോൾ കണക്ഷൻസ് ആർ വെരി ഈസിലി, ഐ മീൻ കണക്ഷൻസ് നമുക്ക് മനസ്സിലാക്കുന്നതിനെക്കാട്ടും അപ്പുറത്തുള്ള കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വാട്ട് വർക്ക്സ് എന്നുള്ളത്. അപ്പം ഈ സീസൺ ഇപ്പം മെട്രോ പാർക്ക്, കമ്മിങ് ടു മെട്രോ പാർക്ക്, ഇപ്പൊ മലയാളികൾ ഇത് കേൾക്കുന്ന സമയത്ത് മെട്രോ പാർക്ക് ഹീറോസ് കണ്ടിട്ടുണ്ടാവും, മെട്രോ പാർക്ക് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവര് തീം ഈസ് യുവർ എന്താ പറയാ അക്കര കാഴ്ചകളിൽ ഉണ്ടായിരുന്ന ഒരു തീമാണ്. പക്ഷെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇറ്റ് ഹാസ് മീൻസ് ഫാമിലി ഓറിയന്റഡ് സംഭവമാണെങ്കിലും
തമാശകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഞാൻ ഫസ്റ്റ് സീസൺ കണ്ടു കഴിഞ്ഞപ്പം it's not, I mean, it is the theme is agriculture, it's the same people who have come up with that story എന്നുള്ളതാണെങ്കിൽ അതായിട്ടൊരു ഒരു ബന്ധമൊന്നുമില്ല, അല്ലാത്ത ബന്ധമൊന്നുമില്ല. It's a totally new thing. Yeah. I think you're absolutely right. The sensibility is the same and the humor style is same. അതേ ഉള്ളൂ. ബാക്കി എല്ലാം ഇപ്പം ജോക്സ് ആണെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിലും എല്ലാം മാറിയിട്ടുണ്ട്, അപ്ഡേറ്റഡ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഈ അക്കരെ കാഴ്ചകളുടെ ഞാനൊരു വൺ ഫാൻ ആയിരുന്നു അക്കരെ കാഴ്ചകളുടെ. ദാറ്റ്സ് വൈ വെൻ അഭിയൻ അജയൻ came to me and even explored this idea, നമുക്ക് ഇതിന്റെ ഒരു ഹിന്ദി ചെയ്താലോ എന്ന് പറഞ്ഞപ്പോൾ I was really on board. അപ്പൊ അക്കരെ കാഴ്ചകൾ കാണുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഹിന്ദി വേർഷൻ ഇഷ്ടപ്പെടുന്നുണ്ട് ബിക്കോസ് ഓഫ് ആ ഹ്യൂമർ സ്റ്റൈല് they can relate to ഇതിന്റെ ഒരു സെയിം ആണ് ഇത് തമ്മിലെ. അത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഐ തിങ്ക് മെട്രോ പാർക്കിന് യു വിൽ ഹാവ് മോർ പോസിബിലിറ്റീസ്. കാരണം ഈ ഗുജറാത്തി ഫാമിലി ഇങ്ങനെ ഫാമിലീസ് വന്നു കഴിഞ്ഞ് ഇതിനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ മലയാളികൾക്ക് ഉള്ളതിനെക്കാട്ടും കൂടുതൽ മലയാളി അമേരിക്ക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ ഇറ്റ് ഇസ് മോർ ചെറുതാണ്. അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് അവിടെ. അപ്പൊ ഇവിടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇതില് ഇപ്പൊ വിനോദ് പറഞ്ഞ പോലെ ഇതൊരു ഗുജറാത്തി ഫാമിലി ആണല്ലോ, അക്കരെ കാഴ്ചയുള്ള മലയാളി, ഇതൊരു ഗുജറാത്തി ഫാമിലി. അപ്പം ഗുജറാത്തി കമ്മ്യൂണിറ്റിക്ക് അതൊരു ഭയങ്കരമായിട്ട് പോപ്പുലർ ആണ്. പക്ഷെ അത് കൂടാതെ തന്നെ ഇത് ലാംഗ്വേജ് ഹിന്ദി ആയത് കാരണം I mean it's the possibilities are like almost like sky high, വളരെ വൈഡ് റീച്ച് ആണ്. പിന്നെ ഈറോസിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ I mean compared to like a Netflix or Amazon, Eros now is a much newer platform. അവർക്ക് അത്രയ്ക്കുള്ള ഒരു നെയിം റെക്കഗ്നിഷൻ വന്നിട്ടില്ല. But if you look at the content, Indian entertainment content, movies ആണെങ്കിലും ഷോസ് ആണെങ്കിലും, they have the biggest library. പിന്നെ ഈറോസ് എന്നുള്ള ഒരു നെയിം നമുക്ക് ചെറുപ്പം മുതലേ കേട്ടുള്ള പരിചയമാണ് ഈറോസ്. അപ്പൊ അത് കാരണം അത് അവർക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് ദേ ആർ ദ ഗ്ലോബൽ ലീഡേഴ്സ് ഇൻ ഇന്ത്യൻ കോണ്ടന്റ്. അപ്പൊ അത് കാരണം ഞങ്ങൾക്കിപ്പം ശരിക്കും പറഞ്ഞ ഒരു മൾട്ടിപ്പിൾ സീസൺസ് ആ ഒരു പ്ലാൻ ആണ്, അറ്റ്ലീസ്റ്റ് ഒരു 4-5 സീസൺസ്. അപ്പം വി ആർ വെരി ഷുവർ ദാറ്റ് ആസ് ടൈം ഗോസ് ബൈ ഇൻ ദ നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ഓൾസോ ഇതിന്റെ നമ്മുടെ മെട്രോ പാർക്കിന്റെ റീച്ച് വളരെ വലുതായിട്ട് തന്നെ വരും. ഞാൻ കഴിഞ്ഞ ദിവസം ഐ ഹാഡ് എ കോൺവെർസേഷൻ ഇതേമാതിരി തന്നെ കോൾഡ് ആദർശ് ഗൗരവ് എന്ന് പറഞ്ഞിട്ട്, ഐ ഡോണ്ട് നോ വെദർ യു നോ, റുക്ക് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, മനോജ് വാജ്പേയിയുടെ മകനായിട്ട് ആദർശ്. ഇപ്പം നൗ ആദർശ് ഗൗരവ് ഇസ് ആക്ടിങ് ആസ് ദ മെയിൻ റോൾ ഇൻ അരവിന്ദ് അഡീഗാസ് വൈറ്റ് ടൈഗർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ഒരു മാൻ ബുക്കർ പ്രൈസ് കിട്ടിയ ഒരു പുസ്തകം. അതില് ആദർശ് ഗൗരവ്, രാജ്കുമാർ റാവു ആൻഡ് പ്രിയങ്ക ചോപ്ര 3 പേരും കൂടിയിട്ടാണ് അതിലുള്ളത്. അപ്പം ആദർശ് ഗൗരവ് ഇസ് ലൈക്ക് യങ്. അപ്പൊ എനിക്ക് അന്ന് ലുക്ക് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവന്റെ അഭിനയം. എന്നിട്ട് ഞാൻ അന്ന് he was probably 21 or something, so I had written a blog back then of him. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്യാറുണ്ടായിരുന്നു. And then കഴിഞ്ഞ ദിവസം ഈ ക്വാറന്റൈൻ വന്ന ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നമുക്കൊന്ന് സംസാരിക്കാന്ന് പറഞ്ഞ് I was talking to him and he was saying ഈ OTT and that's going to be released completely on OTT platform എല്ലാം. പക്ഷെ ഒരു ആസ് എ വ്യൂവർ എനിക്ക് ഇപ്പം പ്രത്യേകിച്ച് ഇന്ത്യൻ OTT പ്ലാറ്റ്ഫോമുകൾ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ എന്താന്ന് പറഞ്ഞാൽ, ഇവിടെയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സും ഒരു അമേസോൺ എടുത്തു കഴിഞ്ഞാൽ ഐ എം കൈൻഡ് ഓഫ് കവേർഡ്. ഐ ഡോണ്ട് ഡു ഹുലു മൂവി ഒന്നുമില്ല. പക്ഷെ ഈ 2 സാധനമാണ് മെയിൻ ആയിട്ട് വരുന്നത്. പക്ഷെ ഞാൻ എന്തോ ഒരു സാധനം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഹോട്ട്സ്റ്റാർ എടുത്തു. പിന്നെ ഈ പല ഇൻഫർമേഷൻ വരും, ഇത് വരുന്നുണ്ട്, ഓരോന്ന് വരുന്നുണ്ട്. അപ്പൊ ഇതിന് എന്ത് പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ വൂട്ട്, now you have to take like 3 or 4 other OTT platforms. അത് and that becomes a challenge many times. So anna Erosinte what happened was that I took Eros membership to watch Metro Park and then I was not watching and then mari inippo adutha that might be the reason I take another Eros membership when season 2 comes up. കാരണം catch up ചെയ്യാനും പറ്റില്ല പല എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ളത്. അന്ന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. സോ ഹൗ ഡസ് ദാറ്റ് won't that make things thin or would it kind of consolidate at some point? That's what right now I think on the Indian content side there is too much, for the lack of better words, there is too much noise.
ഇപ്പം അതാണ് തോന്നുന്നു ഇപ്പൊ വിനോദ് പറഞ്ഞു ഇപ്പം സോ മച്ച് കോണ്ടന്റ് ലൈക്ക് ഒന്ന് സ്ട്രീം ലൈൻഡ് ആയിട്ടൊന്ന് ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് പോലെയോ അല്ലെങ്കിൽ ആമസോൺ പോലെയോ പ്രൈം പോലെ ഒരു ലെവൽ ഓഫ് മെച്യൂരിറ്റി ആയിട്ടില്ല, റൈറ്റ്? ആൻഡ് ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ പോലെ തന്നെ അതിനനുസരിച്ച് തന്നെ അത് മാത്രമുള്ള ഈ ഡിജിറ്റൽ ആപ്സ് ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ ഹീറോസ് ആണെങ്കിലും ബൂട്ട് ആണെങ്കിലും വേറെ കുറെ ഉണ്ടല്ലോ. ഐ മീൻ Z5, right? അപ്പം ഇത് it would be interesting to see like whether they all are going to coexist, just like നമ്മുടെ ഇപ്പം TV channels ഇല്ല. ഇപ്പൊ TV channels ഒത്തിരി വന്നാലും ഇപ്പം നമ്മുടെ നാട്ടില് ഇപ്പം ഏഷ്യാനെറ്റ് ആണെങ്കിലും കൈരളി ആണെങ്കിലും ജയ് ഹിന്ദ് അങ്ങനെ പല പല ചാനൽസ് ഉണ്ടല്ലോ. At a certain point they all had their own set of viewership and they kind of coexisted, right? So that might be happening even with the digital apps. ഒരു പക്ഷേ ഓരോ ആപ്സിനും അവരുടേതായ ചില സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഇതുണ്ടായിരിക്കാം. That's how they get their audience. അതല്ലെന്നുണ്ടെങ്കിൽ out of these these many apps, some of them get weeded out and ഈ ആമസോൺ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് പോലെ ഒന്നോ രണ്ടോ മേജർ പ്ലേയേഴ്സ് ഫോർ ഇന്ത്യൻ കോണ്ടന്റ് അതായിത്തീരും. അത് ഏത് വഴി കൂടെ പോകുന്ന ഇപ്പം I don't know. മലയാളത്തിൽ ഇപ്പൊ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് വെബ് സീരീസുകൾ. കാരണം ഉണ്ട്. I think കരിക്ക് പോപ്പുലർ ആയതിനു ശേഷം there are people probably looking at കാരണം കരിക്ക് is something that can go on an OTT platform instead of being on YouTube. അതിനുള്ള മെറ്റീരിയൽ ഉണ്ട് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ. പക്ഷേ സീസൺ വൈസ് ആയിട്ട് പോണം. കാരണം സീസൺ വൈസ് ആവുന്ന സമയത്ത് ഇപ്പം ഞാൻ ലോങ് ആയിട്ട് സ്ക്രിപ്റ്റ് എഴുതാൻ താല്പര്യമുള്ള ആൾക്കാർ ധാരാളമുണ്ട്. കാരണം അവർക്ക് ഒരു ക്യാരക്ടറിന് ഇപ്പം മെട്രോപാർക്ക് ഇസ് ഡിഫറെന്റ്, ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് അതർ പ്രോബ്ലി സീരീസസ് എല്ലാ ക്യാരക്ടറിനും ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനത്തെ ലോങ് സീരീസിനുണ്ട്, വിച്ച് മറ്റേ സിനിമകൾക്ക് ഇല്ല പലപ്പോഴും. നമ്മള് ഒരു സീരീസ് ആദ്യത്തെ ഒരു 4 എപ്പിസോഡിൽ യുവർ കോൺസെൻട്രേഷൻ ഇസ് ഓൺ വൺ ക്യാരക്ടർ എന്നുണ്ടെങ്കിൽ പിന്നെ യു ക്യാൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ആൻഡ് ത്രൂ ഔട്ട് ഇറ്റ് ഒരു ഇമ്പോർട്ടൻസ് എല്ലാവർക്കും തരുന്ന രീതിയിൽ you can give that. You don't have to rush. No, there's plenty of time. Plenty of time. And പക്ഷെ അത് only thing മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് they shouldn't it didn't happen in Hindi where it did not slip into the Saas Bahu kind of narratives like വീണില്ല. പക്ഷെ കാരണം because I saw all the series that recently came up, KK Menon's ഒരു series, പിന്നെ അതേമാതിരി another person that I know, രാജേഷ് തിലാങ്ങിന്റെ കുറെ സീരീസ് വരുന്നുണ്ട് ഇപ്പം നസ്രുദ്ദീൻ ഷാന്റെ കൂടെയൊക്കെ ആയിട്ട്. വെരി ഗുഡ് സീരീസ്. മലയാളത്തിൽ അങ്ങനത്തെ സീരീസ് വരികയാണെങ്കിൽ they should find a difference between നമ്മളെ TV സീരീസും OTT പ്ലാറ്റ്ഫോമിലെ സീരീസും തമ്മിലുള്ളൊരു അത് ഉണ്ടാവും തന്നെയാണ് എന്റെ ഒരു വിശ്വാസം കേട്ടോ. അത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ആൾക്കാരുടെ അവരുടെ വ്യൂയിങ് ബിഹേവിയർ അത് കംപ്ലീറ്റ്ലി മാറുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇഫ് ഇറ്റ് ബിക്കംസ് എൻറ്റയർലി OTT പ്ലാറ്റ്ഫോം, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സീരിയൽസും ഈ പറയുന്ന സാസ് ബഹു സീരിയൽസും അവിടെ വരും. Right? As long as the TV channel and the OTT platform, they kind of coexist, I think and I hope that this type of serials will be more towards the channels, and the OTT platforms they will have a little more better content, yeah, provided there is content. ഇപ്പൊ ഹോട്ട്സ്റ്റാറിൽ ഞാൻ കാണുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ സിനിമ വരുന്നതും 1-2 സീരീസ് ഒക്കെ അതിൽ കണ്ടു. പക്ഷെ ബാക്കിയുള്ള വരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ഥിരമായിട്ട് ഇതിൽ ഓടിക്കൊണ്ടിരുന്നിരുന്ന സാധനം തന്നെയാണ് ഇതിൽ പലതായിട്ട് വരുന്നത്. ഇറ്റ്സ് നോട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒറിജിനൽസ് അല്ല വരുന്നത് പലപ്പോഴും. നമ്മൾ സീരീസ് ആണ് നല്ലതാണ് നോക്കുമ്പോൾ. അതെ, അല്ല ഇത് തീർച്ചയായിട്ടും ഇത് അടുത്തൊരു കുറച്ച് വർഷത്തിനുള്ളിൽ US എന്തായാലും ഐ എം വെരി ഷുവർ US this would be the way people watch content, OTT. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആക്ച്വലി ഞങ്ങളുടെ വീട്ടിൽ കേബിൾ ഇല്ല. we just have നമ്മുടെ സ്മാർട്ട് TV ഉണ്ട്. അപ്പം നെറ്റ്ഫ്ലിക്സോ ആമസോണോ ഹുലു എന്ത് വേണമെങ്കിലും നമുക്ക് കാണാം, യൂട്യൂബോ എന്ത് വേണമെങ്കിലും. So I think that's going to be the future of entertainment viewership in US. നാട്ടിലും അത് വരും, പക്ഷെ I think it's going to take a little longer time, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഒരു സ്റ്റേജിലേക്ക് തന്നെ എത്തും. It's a very interesting space to be in, right. Evolution. And
and that gives a lot of opportunities for people. See, YouTube വന്നപ്പോൾ തന്നെ ആൾക്കാർക്ക് ക്രിയേറ്റീവ് ടാലന്റും അക്രകാഴ്ചകൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകാനും ഒക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അന്ന് പക്ഷെ മോണറ്റൈസേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ മോണറ്റൈസേഷൻ വന്നു. ബട്ട് ഈവൻ ദെൻ ദാറ്റ് ഇസ് നോട്ട്, ദിസ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ലീഗ് ബിക്കോസ് യു ആർ ഓൺ പാർ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ വെൻ യു ലുക്ക് അറ്റ് ഇതിൽ വരുന്നത്. ഞാൻ സ്ഥിരം കാണുന്ന ഒരു സാധനമാണ് ലോങ് ഷോർട്ട് പറഞ്ഞിട്ടുള്ള ഷോർട്ട് മൂവീസ് ഉണ്ടല്ലോ യൂട്യൂബില് ധാരാളം. ആൻഡ് ദീസ് ആർ വെരി സീരിയസ് ഫിലിംസ് when you look at it. 20 minutes, very serious films, and they are also finding their way into OTT platforms. 7 minute 10 minute ഒക്കെ അമേസോണിൽ ചിലപ്പോൾ ഷോർട്സ് വരുന്നുണ്ട്, ഷോർട്ട് ഫിലിംസ് വരുന്നുണ്ട്. That's very encouraging actually. That's quite encouraging. That means they also need content. അവരുടെ ലൈബ്രറി അവർക്ക് വലുതാക്കണം. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇപ്പം elaborating on what you just said, മുമ്പ് ഒരു 10 വർഷം മുമ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ actors had just one specific industry, movie industry. That's the only way they can, become an actor. അല്ലെങ്കിൽ ഒരു recognition. പിന്നെ സീരിയൽസ് ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷെ മെയിൻലി ഇതാണ്. അപ്പൊ എത്രയോ ആക്ടേഴ്സ്, എന്തുമാത്രം കഴിവുള്ള ആക്ടേഴ്സിന് ചാൻസ് കിട്ടാതെ അവരുടെ കരിയർ തന്നെ ആരും അറിയപ്പെടാതെ പോയ എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ ഈ OTT പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം all of them are getting, they don't have to rely on the movie industry anymore or movie industry alone. ഇത് ഈ ഏതെങ്കിലും ഒരു സീരീസിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആയിരുന്നു ഓറഞ്ച് ഇസ് ദ ന്യൂ ബ്ലാക്ക്. അതിനകത്ത് ആക്ടേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഇറ്റ്സ് എ ഹ്യൂജ് ഓൺസാമ്പിൾ, റൈറ്റ്? അവർക്ക് ഇങ്ങനൊരു സീരീസ്, ഈ ഒരു OTT പ്ലാറ്റ്ഫോം ഓപ്ഷൻ ഇല്ലായിരുന്നുണ്ടെങ്കിൽ അതിൽ എത്ര പേർക്ക് ഒരു നല്ലൊരു ചാൻസ് മൂവി ഇൻഡസ്ട്രിയിൽ കിട്ടിയേനെ. ഓൾമോസ്റ്റ് റെയർ എന്ന് തന്നെയാണ് പറയാം, റെയർ ചാൻസ്. Ozark, that's another one. We are getting to see these amazing actors. They are coming out and knocking it out of the park performance wise. Right. They don't even have to worry about in the movie industry chance ചോദിക്കുക എന്നൊന്നും അതിന്റെ ആവശ്യമില്ല. They have a space to show their thing. That's a beautiful thing. ഒരു മാർക്കറ്റ് ക്രിയേഷൻ ആണ് ശരിക്കും. ഒരു എൻറ്റയർലി ന്യൂ ഡിഫറെന്റ് മാർക്കറ്റ് തന്നെയാണ് ക്രിയേറ്റ് ആവുന്നത്. And it's par with standard ആണെങ്കിലും it's as you were saying, ഇപ്പം ഹോളിവുഡ് സിനിമകളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് തന്നെയാണ് പല സീരീസിനും. even almost same budget, even more than that sometimes. Right. ഞാൻ ഇപ്പൊ ഫോദന്റെ അടുത്ത സീസൺ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഇരുന്നിട്ട് ഫോദന്റെ അങ്ങനത്തെ ഒരു സിനിമയും നമുക്ക് ഒരിക്കലും ഒരു TV ഒരു പ്രോഗ്രാം ആയിട്ട് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ഇപ്പൊ അതാണെങ്കിലും ഇപ്പം ഡെസിഗ്നേറ്റഡ് സർവൈവർ ആണെങ്കിലും all these things, these were never and you're having all these famous actors also as part of it, right? And വലിയ വ്യത്യാസം വരുന്നില്ല ഇപ്പൊ സിനിമ കാണുന്നതും ഇതും തമ്മില്. മുമ്പ് ഇപ്പൊ സിനിമയിലെ ആക്ടേഴ്സ് അവരൊരു TV സീരീസില് ഒരു, I mean, you can even think about it, right? It's something that were looked down upon almost, right? ഇപ്പൊ TV actors സിനിമയിലേക്ക് പോകും, പക്ഷെ തിരിച്ച് ആ ഒരു ഫ്ലോ ഉണ്ടായിരുന്നില്ല. ഇപ്പം പക്ഷെ OTT പ്ലാറ്റ്ഫോമിൽ ഇറ്റ്സ് മൂവി ആക്ടേഴ്സ് ആർ ഡൂയിങ് സീരീസ്, റൈറ്റ്? അപ്പൊ ആ ഒരു ലെവല് സെയിം ആണ് രണ്ടിന്റെ. അത് നാട്ടിൽ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെ രാമാനന്ദ സാഗറിന്റെ രാമായണം ഉണ്ടായിരുന്നില്ലേ, അത് കഴിഞ്ഞിട്ട് മഹാഭാരതം വന്നപ്പം ഹിസ് ഫസ്റ്റ് ചോയ്സ്, മഹാഭാരതം ഉണ്ടാക്കിയ ആളുടെ ഫസ്റ്റ് ചോയ്സ് ഫിലിം സ്റ്റാർസിനെ കൊണ്ട് ചെയ്യണം എന്നുള്ളായിരുന്നു. ഭീഷ്മരായിട്ട് അമിതാഭ് ബച്ചൻ, കൃഷ്ണൻ ഗോവിന്ദ എന്ന് കത്തിച്ചിരിക്കുന്ന സമയമാണ്. പക്ഷെ അവരാരും വന്നില്ല, ബിക്കോസ് ദേ ഡോണ്ട്, അവർക്ക് ഒരു മോശമായിരുന്നു ഇതിലേക്ക് വരിക എന്നുള്ളത്. ബട്ട് ആയിരിക്കാം മതി അന്നത്തെ കാലത്ത്, ദാറ്റ് വാസ് ദ ഹോൾ തിങ്. അതൊരു റൂട്ട്. ഇപ്പൊ ഷാരൂഖ് ഖാനുമായിട്ടുള്ള ആൾക്കാർ TV സീരിയലിൽ അഭിനയിച്ചിട്ട് എങ്ങനെങ്കിലും സിനിമയിലേക്ക് കിടക്കണം എന്നുള്ള സാധനമാണ്. അതർ പ്രോസസ് വാസ് വെൻ ദ സൺ ഇസ് റെഡി ടു സെറ്റ്, then you have to have a regular activity എന്ന് പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത്. ആ സാധനം മൊത്തം മാറി കിട്ടും. അല്ല, ഈവൻ അതൊരു it's very interesting when you even think about it. നമ്മുടെ ജസ്റ്റ് ബിഗ് സ്ക്രീൻ ആൻഡ് സ്മോൾ സ്ക്രീൻ, എക്സാക്ട്ലി അല്ലേ? ജസ്റ്റ് ഒരു ഔട്ട്ലുക്കിന്റെ ഇതാണ്. നമ്മൾ ബിഗ് സ്ക്രീനിൽ ഒരു ആക്ടറിനെ കാണുക അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ ആൾക്കാരിനെ കാണുക, അതേപോലെയല്ല ചെറിയ സ്ക്രീനിൽ കാണുക.
അതിൽ നിന്ന് വരുന്ന ഒരു മൈൻഡ് സെറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, ബിഗ് ടു സ്മോൾ വരാൻ പറ്റുന്നില്ല. പക്ഷേ നൗ പീപ്പിൾ ആർ കോമ്പീറ്റിംഗ് ടു ഹാവ് സ്പേസ് ഇൻ എ ടൈനി സ്ക്രീൻ. അതിന്റെയും താഴത്തായി. അപ്പൊ മൊബൈലിലാണ് ഇത് പലതും ആൾക്കാർ കാണുന്നതും മൊബൈലിലാണ്. യു ഹാവ് ബിഗർ സ്റ്റാർസ് ഓൺ എ ടൈനി സ്ക്രീൻ ദാൻ ഇൻ ദ ബിഗ് സ്ക്രീൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ നമ്മള് പലപ്പോഴും ചില ആക്ടേഴ്സിനെ പറ്റിയിട്ട് കൂടുതൽ കാണുന്നത് ടൈനി സ്ക്രീനിലാണ്, സിനിമയെക്കാട്ടും കൂടുതൽ. ദേ ഹാവ് മോർ ഐബോൾസ് അറ്റ് ദം when they have a news on a phone that can be watched, right? And on top of that, നമ്മളിപ്പോ ഒരു സിനിമ ഇപ്പം ഒരു 2-2.5 മണിക്കൂർ നമ്മളൊരു സിനിമ കാണുന്നു, അല്ലെങ്കിൽ 3 മണിക്കൂർ കൂട്ടിപ്പോ നമ്മൾ എന്തുമാത്രം അതിലെ ലീഡ് ആക്ടർ എടുത്താൽ തന്നെ ടോട്ടലി ഒരു 1 അല്ലെങ്കിൽ 1.5 hours ആയിരിക്കും ആ ആക്ടറിന്റെ സ്ക്രീൻ ടൈം മാക്സിമം, റൈറ്റ്? പക്ഷെ കമ്പയർഡ് ടു ദാറ്റ് ഒരു TV സീരീസിൽ എടുത്തു കഴിഞ്ഞാല് 12 എപ്പിസോഡ്, മൾട്ടിപ്പിൾ സീസൺസ്, നമുക്ക് തന്നെ ഈ ഫേഷ്യൽ റെക്കഗ്നിഷൻ കൂടാതെ തന്നെ നമുക്ക് ഇമോഷണലി കണക്ട് ആവാനും, because it's a much longer process you are getting to watch that person. അപ്പൊ നമുക്ക് ആ മാനസികമായിട്ട് കുറച്ച് അടുപ്പവും ആ ആളെ പറ്റി കൂടുതൽ അറിയാനുള്ള ആഗ്രഹമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. So I think I'm a huge fan of this OTT setup. ഷേക്കപ്പ് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ എല്ലാ സമയത്തും ഇത് വരുന്ന സമയത്ത് ഇതിന്റെ ആദ്യത്തെ ഇത് കഴിഞ്ഞിട്ട് ഒരു സെറ്റിലിംഗ് പീരിയഡ് ഉണ്ട്, വേർ there will be people who will stay, there will be people who will go, now OTT platforms are kind of in a position in which they can demand things. Tomorrow that is going to probably change, and I'm hoping that there would be a place where content creators can choose if they are ആൾക്കാർ ഒരു ടീം ഡെവലപ്പ് ചെയ്തിട്ട് they are creating good programs എന്നുണ്ടെങ്കിൽ they can then create different programs in different OTTs, and they can make sure. കാരണം ആൾക്കാർ കാണുന്നത് പലപ്പോഴും I am not wedded to Netflix, I am not wedded to Amazon. I am going ഞാൻ ഇറോസ് എടുക്കണ മാതിരി I am going there because Metropark is there. So അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ഇപ്പൊ ഫോദ മാറിയിട്ട് നെറ്റ്ഫ്ലിക്സ് മാറി വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ട് അടുത്ത സീസൺ കാണാൻ വേണ്ടി ഞാൻ അതിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കും. ബിക്കോസ് നെറ്റ്ഫ്ലിക്സിൽ എത്രയോ സംഭവം ഉണ്ട്, എല്ലാം എനിക്ക് കണ്ടു തീർക്കാനും പറ്റില്ല. സോ അപ്പൊ ആക്ച്വലി റീഡ് ഹേസ്റ്റിങ്സിന്റെ ഒരു പുതിയ ബുക്ക് വന്നിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിന്റെ, ഐ തിങ്ക് ഇപ്പൊ വന്നാന്ന് തോന്നുന്നു, നോ റൂൾസ് എന്ന് പറഞ്ഞിട്ട്. സോ ഈസ് ടോക്കിംഗ് അബൌട്ട് ആ നെറ്റ്ഫ്ലിക്സിന്റെ ആ ഒരു പ്രോസസ് ഓഫ് ഹൗ ദേ created that whole thing. Would they have planned this streaming at that point of time എന്നുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് അത് ഭയങ്കര രസമാണ് അയാളത് പറയുന്ന സമയത്ത്, ദ വേ ദേ ഇനീഷ്യലി തോട്ട് വൈ വാസ് ഇറ്റ് കോൾഡ് നെറ്റ്ഫ്ലിക്സ് എന്നുള്ളത്. അപ്പോ അയാൾ പറഞ്ഞ നെറ്റ്ഫ്ലിക്സ് പേരിടാൻ കാരണം സ്ട്രീമിംഗ് ആയിരിക്കും ഫ്യൂച്ചർ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ he would have put that DVD in your mail.com. See, that was what it was. There was no streaming at that point of time, right? So you probably wanted to, annothe ee SEO kalathu, you want a name that exactly tells what people are going to search, which is DVD on mail or something. But he said that internet is going fast, people are going to watch more, people are going to spend more time, so it is Netflix ആവാൻ കാരണം തന്നെ ആ പേരെടുത്ത് തന്നെ ആ ഒരു ഇതുള്ളതുകൊണ്ടാണ്, which is what Blockbuster did not. എന്തൊരു വിഷൻ അല്ലേ, അല്ലേ? Even Blockbuster, they passed on an opportunity to buy Netflix, right? അതെ കാരണം എനിക്ക് ഇവിടെ ഒരു I don't know whether you know മേനോനെ അറിയോ, മേനോൻ രാമകൃഷ്ണൻ. മേനോൻ used to be in Netflix. ഓ അത് ശരി, മേനോൻ നെറ്റ്ഫ്ലിക്സ്. അപ്പൊ മേനോനെ ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ട് ഞങ്ങളിങ്ങനെ കുറെ സംസാരിച്ചെടുക്കും. മേനോൻ പറഞ്ഞു നെറ്റ്ഫ്ലിക്സ് ഇനീഷ്യൽ 20-25 പീപ്പിൾ ഉണ്ടാകുമ്പോൾ മേനോനിൽ ഉണ്ടായിരുന്നു, എന്നിട്ട് പിന്നെ മേനോൻ വിട്ടതാണ്. സോ നെറ്റ്ഫ്ലിക്സ് ഓൾസോ ഹാഡ് ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു ഒരു സമയത്ത്. കുറെ ആൾക്കാർ ഐ തിങ്ക് അബൌട്ട് 2/3 ഓഫ് ദ സ്റ്റാഫ് ലേ ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്, ബിക്കോസ് ഓഫ് ഇന്ത്യൻ റൂൾ. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുമ്പോൾ നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയപ്പോൾ ഇതെങ്ങനെയായിരുന്നു എന്നുള്ളതാണ്, അതല്ലാത്തൊരിതായിരുന്നു. വി വാസ് സേയിങ് അറ്റ് ദാറ്റ് ടൈം ഉണ്ടായിരുന്നു ഇത്ര ഇങ്ങനെ ഏതൊക്കെ ബ്ലോക്ക് ബസ്റ്റർ ആണ് ഔട്ട് ഓഫ് ബിസിനസ് ആവുക എന്നുള്ളതായിരുന്നു അവിടുത്തെ കണക്ഷൻസ് അറ്റ് ദാറ്റ് ടൈം. Because they knew this thing is coming. Everyone knew it was coming within Netflix, and Blockbuster did not understand. Disruption understand ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു ഫാക്ടറാണ്.
Yeah. For example, movie makers, when they make a movie, കുറെ ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാക്കാത്തത് ഹൗ ഡു യു മേക്ക് എ മൂവി ഫോർ എ സ്മോൾ സ്ക്രീൻ എന്നുള്ള ചിന്തയിലായിരിക്കും ആൾക്കാർ അതിലേക്ക് വരാതിരുന്നത്. ബട്ട് യു ആർ നോട്ട് മേക്കിംഗ് ഇറ്റ് ഫോർ സ്മോൾ സ്ക്രീൻ, യു ആർ സ്റ്റിൽ മേക്കിംഗ് films and movies which can be watched either way, right? Right. Even I was ഒരു എനിക്കൊന്ന് വിഷന്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ഐ അഗ്രി. ഐ മീൻ ആ ഒരു അങ്ങനെ അതിനപ്പുറം അതായത് ഇപ്പം നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ. ഇപ്പം ടേക്ക് ബ്ലോക്ക് ബസ്റ്റർ ഫോർ എക്സാമ്പിൾ, ഇറ്റ്സ് എ വെരി സക്സസ്ഫുൾ ചെയിൻ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. നല്ല റവന്യൂ കിട്ടുന്നു. In order to accept and acknowledge the disruption that's going to be coming, that means they have to change their structure, right? It's risk taking. So maybe they're like, let's not take that risk, because we don't know how it's going to turn out. So they go ahead and take that risk and they get a much bigger payout. Right. And see, Blockbuster പറയുന്ന ആ സമയത്ത് they had subscription model ഉണ്ടായിരുന്നു അവർക്ക്. അതാണ് അതിന്റെ രസം. Even business model was the same. They had to just say that, okay, right, സ്ട്രീമിംഗ് പോട്ടെ, forget about streaming. അവർക്ക് ഇത് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഈ സാധനം എടുത്തിട്ട് മെയിലിൽ തരും എന്നുള്ള ആ ഒരു മോഡലിലേക്ക് മാറിയെങ്കിലും മതി. അതും എത്രയോ ലേറ്റ് ആയി കഴിഞ്ഞിട്ടാ തുടങ്ങണവര്. അപ്പോഴും അവര് പറയണത് എന്താന്ന് പറഞ്ഞാൽ, now you have both the options, you can do it in mail and you can come to the store. But who the hell wants to come to the store when you get it in the mail, right? നമ്മൾ ഒരു പുതിയ മോഡൽ വരുന്ന സമയത്ത് പഴയ മോഡൽ വിടണം എന്നുള്ളത് അങ്ങോട്ട് ആലോചിക്കുന്നില്ല. കാരണം 10-20 വർഷത്തെ അതെപ്പോഴും നമുക്കുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ for you also, when you have to say no to certain things, right, for opportunities, whether it is movie, ഇപ്പം ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, you have to choose, and maybe you have to say no to something that has been with you for a longer period of time. Yeah. And that becomes a challenge for companies, individuals, okay, as we move forward. Yeah. അപ്പം ഇനി ലൂസിഫറിന്റെ യു ആർ ലൂസിഫർ ഓൾസോ, റൈറ്റ്? Yeah, that was my second film. Yeah. Second movie. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നില്ലേ? അതെ, എമ്പുരാൻ. അത് നമ്മുടെ മുരളിഭായ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അറിയില്ല ഞാൻ ഉണ്ടോ ഇല്ലെന്നുള്ളവരെ ഞാൻ ചോദിച്ചിട്ടില്ല. I don't think it's fair to ask him. കഥയുടെ രീതിയിൽ എന്റെ കഥാപാത്രം നാച്ചുറലി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ I'll be there. Else I won't. അത് അതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? അതുണ്ട്. ബിക്കോസ് അത് ഞാൻ ലൂസിഫർ തിയേറ്ററിൽ കണ്ട, ഫോറൻസിക്കും തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. പക്ഷെ അതാണ് ലാസ്റ്റ് കണ്ടത്, അതോടുകൂടി നിന്നു. ഫോറൻസിക് വാസ് ഐ തിങ്ക് ദ ലാസ്റ്റ് ഫിലിം, ട്രാൻസ് ആയിരുന്നു ലാസ്റ്റ് ഫിലിം എനിക്ക് തിയേറ്ററിൽ. ഐ തിങ്ക് അത് കഴിഞ്ഞിട്ടാ തിയേറ്ററിൽ. എനിക്കൊന്ന് ഫോറൻസിക് ആയിരിക്കും, കാരണം ഒരാഴ്ച മുമ്പ് കണ്ട റിലീസ് ചെയ്തു. അപ്പൊ ആ ട്രാൻസും ഫോറൻസിക് ആ രണ്ടെണ്ണം കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ സിനിമ വന്നിട്ടില്ല. വിനോദിന്റെ റിവ്യൂ ഞാൻ കണ്ടായിരുന്നില്ല. വിനോദ് ഉഷയും കൂടി ചിൽഡ്രൻ സേഫ്റ്റിനെ പറ്റിയൊക്കെ അതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു. കാരണം എന്താ വെച്ചാൽ അതായിരുന്നു ഒരു ഇഷ്യൂ ആൾക്കാര് ബ്രോട്ടപ്പ് ചെയ്തത്. അത്ര പേര്, കാരണം ഇറ്റ്സ് വെരി, നമ്മളുടെ സൊസൈറ്റി ഈസ് വെരി ഡിഫറെന്റ്, റൈറ്റ്? കാരണം ഈവൻ ഞാൻ കഴിഞ്ഞ ദിവസം ഐ വാസ് വാച്ചിങ് പൃഥ്വിരാജിന്റെ നയൻ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നില്ലേ? അത് വായിച്ചപ്പോൾ അതിലും ഇതേ സംഭവം തന്നെയാണ്. അപ്പൊ കുട്ടികളെ എങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് വലിയൊരു ഇതാണ്. സോ ഐ തിങ്ക് നമ്മളിപ്പോ ഹോളിവുഡ് സിനിമ കാണുന്ന സമയത്ത് we've seen a lot of such things in films over there. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങള് നാട്ടിലെ സിനിമകള്, പ്രത്യേകിച്ച് ഇപ്പൊ ഹൊറർ, അതുകൊണ്ടായിരിക്കും മതി ത്രില്ലർ ഹൊറർ എന്നുള്ള സാധനത്തിനൊന്നൊരു ആ ജോണറയ്ക്ക് കേരളത്തിലങ്ങോട്ട് പലപ്പോഴും കുറച്ച് തമാശയൊക്കെ ഒന്ന് മണിച്ചിത്രത്താഴ് ആക്കിയാൽ മാത്രമേ അങ്ങ് ഓടുള്ളൂ എന്നുള്ള ലൈനാണ്. അല്ല, ഇത് ശരിയാണ്. ഒരു ബാലൻസ്. ഇപ്പം ഫോറൻസിക്കിനകത്താണെങ്കിൽ തന്നെ ആസ് യു സെഡ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഹോളിവുഡിലൊക്കെ ചില ഫിലിമിൽ ചെയ്യുമ്പോൾ they don't necessarily compromise on the visual impact. ഇപ്പൊ ഒരു സീനിൽ ഒരു കുട്ടിയെ ഉപദ്രവിക്കുന്ന സീനാണെങ്കിൽ അവരത് കാണിക്കും, right? കാരണം that happens. This is not just some made up scenarios. These things happen in our society, right? കുട്ടികളെ ഉപദ്രവിക്കുന്നവരായാലും കുട്ടികളെ കൊല്ലുന്നവരായാലും ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ അതേപോലെ കാണിക്കുമ്പോഴാണ് ആൾക്കാർക്ക് അതിന്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാവുന്നത്, right? So I'm a firm believer in that
ആ ഒരു സ്റ്റൈലിൽ, അതായത് നമ്മൾ എന്ത് കാണിക്കുന്നു അത് പ്രോപ്പർലി കാണിക്കുക. ആൾക്കാർ എങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഫോറൻസിക് ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോഴും ദാറ്റ് വാസ് എ ബിഗ് ചാലഞ്ച് ദാറ്റ് വി ഹാഡ്. നമുക്കിത് എന്തുമാത്രം കാണിക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ കാണിക്കണം എന്നുള്ള ഒരു കാര്യം. that was for me, that was very challenging. ആ ഒരു സീന്, കുട്ടികളായിട്ടുള്ള സീൻ എക്സ്ട്രീംലി ചാലഞ്ചിങ് ഫോർ മീ. കാരണം അഭിനയിക്കാനും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അല്ലേ അത്? അതെ, കാരണം നമുക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യണം. കാരണം നമ്മളാ ആ റൂമിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ, റൂമിൽ കയറുമ്പോൾ തന്നെ സാറിന് പേടിയാണ്, റൈറ്റ്? അപ്പൊ നമ്മള് ഈ കൊച്ചുകുട്ടികളെ അവരെ നമ്മള് വളരെ സ്നേഹത്തോടെ, അവരെ ഷൂട്ടിന് മുമ്പ് തന്നെ നമ്മൾ അവരായിട്ട് ചോക്ലേറ്റ് കൊടുത്ത് അവരെ ഒന്ന് സ്നേഹത്തിലൊക്കെ ആക്കി, എല്ലാവരും സെറ്റിലുള്ള എല്ലാവരും അവരെ വളരെ സ്നേഹത്തോടെ തന്നെ ഇത് ചെയ്യും, ഹാൻഡിൽ ചെയ്യുന്നത്. എന്നിട്ട് ഈവൻ ഇതിനകത്ത് സെറ്റിനകത്ത് ലൊക്കേഷനകത്ത് കൊണ്ടുവരുമ്പോഴും സെയിം തിങ്. നമ്മൾ അതിന് ഒരു ഭയങ്കരമായിട്ടുള്ള സീരിയസ്നെസ്സോ അല്ലെങ്കിൽ ഒരു ടെൻസ് മൂവ്മെന്റ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് അവർ ബിഗസ്റ്റ് തിങ് വാസ് ടു മേക്ക് ദ കിഡ്സ് സേഫ് ആൻഡ് കംഫർട്ടബിൾ. അവർക്കൊരിക്കലും ഇതൊരു പേടിയോ അല്ലെങ്കിൽ ഒന്നും തോന്നാൻ പാടില്ല. അതായിരുന്നു ഞങ്ങളുടെ. പക്ഷേ ആക്ഷൻ പറയുമ്പോഴത്തേന് ഐ ഹാവ് ടു, അതുവരെ ഞാൻ ചിരിച്ചായിരിക്കും കുട്ടിയുടെ തിരിക്കുന്നത്. മോളെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുഴപ്പമില്ല. പ്രത്യേകിച്ച് ആ വായിൽ കെട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേന് വളരെ ശ്വാസം വിടാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നമുക്കെല്ലാം ലൂസ് ആക്കാം, അങ്ങനെയൊക്കെ വളരെ സ്നേഹത്തിൽ ഇത് പറഞ്ഞിരുന്നിട്ട് ആക്ഷൻ പറയുമ്പോഴത്തേന് ഐ ഹാവ് ടു ക്വിക്ലി ചേഞ്ച്, റൈറ്റ്? സോ അതൊരു കുറച്ച് നല്ലൊരു ചാലഞ്ച് ആയിരുന്നു. ഇറ്റ് വാസ് എ ഗുഡ് ചാലഞ്ച് ഫോർ മീ, ബട്ട് ദാറ്റ് വാസ് എ ഡിഫിക്കൽട്ട് തിങ് ടു ഷൂട്ട്. നമ്മുടെ തന്നെ മനസ്സ്. അതെ, പക്ഷെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അധികം ഉണ്ട് മലയാളത്തിൽ എനിക്ക് തോന്നുന്നില്ല. when I was watching that, ആ ഒരു എക്സ്റ്റെൻഡിലേക്ക് പോയ ക്യാരക്ടേഴ്സ്, see there were characters at the last you will find out that the person is ഇങ്ങനെ ഒരു കുട്ടികളുമായി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ I don't think it was. I don't think so ഇല്ലെന്നാണ് എന്റെ ഒരു അറിവ്. ഇല്ല, കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ I don't ആ ഒരു ലെവലിലുള്ള ഉണ്ടായിരുന്നില്ല. I don't think I've seen any. ഹിന്ദിയിലൊക്കെ കണ്ടിട്ടുണ്ട്, ബട്ട് മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോ എന്നാണ് സീസൺ 2 അടുത്ത? ഞങ്ങള് ഇത് ഡിസംബറിലേക്ക് ഇറക്കത്തക്ക രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് അവർ കമ്മിറ്റ്മെന്റ് ടു യൂറോസ്. ഡിസംബറിൽ ആ സമയത്തേക്ക് ഇറക്കാന്നുള്ളത്. ഒരുപക്ഷെ അവർ ചിലപ്പം ന്യൂ ഇയർ ജനുവരി സമയത്തേക്ക് ആക്കാം. ബട്ട് ഫ്രം അവർ സൈഡ് അവർ കമ്മിറ്റ്മെന്റ് ഈസ് ടു ഡെലിവർ ഇറ്റ് ബൈ ക്രിസ്മസ്. അപ്പം എത്ര നിങ്ങളെല്ലാം ഓരോ സീസൺ ആയിട്ട് യു ഗീവ് ദ കംപ്ലീറ്റ് പ്രോഡക്റ്റ് അക്രോസ് ടു them, right? 12 എപ്പിസോഡ്. പിന്നെ കുറച്ച് ഇതിനകത്ത് 1-2 സെലിബ്രിറ്റി ഗസ്റ്റ് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. It's going to be fun. അപ്പം ഇപ്പം ന്യൂജേഴ്സിയിൽ ഇപ്പം എത്ര ദിവസമായി അവിടെ? How long are you going to be there? 2 ആഴ്ച. ഒക്ടോബർ അവസാനം വരെ ഉണ്ട്. ഒക്ടോബർ അവസാനം. വർക്കിംഗ് ഫ്രം ന്യൂജേഴ്സി, വർക്കിംഗ് ഫ്രം സെറ്റ്സും പിന്നെ ഇവിടെ ഞങ്ങൾ വീട്ടിനകത്ത് തന്നെയാണ്. അപ്പം സോ സെറ്റില് മറ്റേ ഞാൻ നമ്മുടെ മൊബൈൽ ഹോട്ട്സ്പോട്ട് വെച്ചത്. സോ I will sit in the car and work from there. വർക്കിന് മുടക്കൊന്നും വരുന്നില്ല. It goes smoothly. അതിപ്പോ എല്ലാവർക്കും ഉണ്ടാവില്ല. അജയനും ഒക്കെ വർക്ക് ചെയ്യുന്നില്ലേ? അജയൻ വിട്ടല്ലോ. അജയൻ പിന്നെ ഒരു 1.5 വർഷമായി. He took the plunge. ഞാൻ നാട്ടില് ചെന്നപ്പം, നാട്ടിലായതുകൊണ്ട് എനിക്ക് രാത്രിയാണ് വർക്ക്. അപ്പൊ ഇത് രാവിലെ കഴിഞ്ഞിട്ട് I was on calls from night, but it's very hectic. ഒരു 30 ദിവസം that was ഒരു 8:30 ഇതൊക്കെ കഴിഞ്ഞ് രാവിലെ ഒരു 7 മണിക്ക് ഷൂട്ട് തുടങ്ങി വൈകുന്നേരം 8 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ചെന്ന് 9 മണിക്ക് you are on the call going all the way till 2 o'clock, 3 o'clock, and then and that ചെറുപ്പല്ലല്ലോ. ശരിയായില്ലെങ്കിൽ it's very difficult, but then you have to do that so that you have a fallback arrangement if things don't work. ഞാനും ആ ഒരു മോഡൽ തന്നെയാണ് നാട്ടിൽ പോകുമ്പോൾ വർക്ക് ചെയ്യുന്നത്. ഈ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആസ് യു സെഡ് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ദാറ്റ്സ് എ ബിഗ് നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി, ഒരു ഓപ്ഷൻ ഉള്ളത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ജോലിയുടെ ആ ഒരു നേച്ചർ കുറച്ചിപ്പം റിമോട്ട്ലിയും ചെയ്യാൻ പറ്റുന്നത് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളത്. സോ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ഫോർ ഷുവർ. അപ്പം ശരി, യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു. വാസ് വെരി നൈസ് ടോക്കിംഗ് ടു യു.
സീസൺ 2 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറോസിന്റെ മെമ്പർഷിപ്പ് എടുക്കാം. സോഷ്യൽ മീഡിയയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കാം എന്താണ് കാര്യം. ഡെഫിനറ്റ്ലി. ഓക്കെ, ടേക്ക് കെയർ. ശരി, ബൈ.